Good evening, children. Welcome back to Science Online class. In previous class, we discussed the first part of this chapter, 8th chapter, a treat for mosquitoes. A treat for mosquitoes. We already studied some of the diseases with the mosquitoes spreading. Okay, mosquito spread the diseases. How can we identify the disease? So we have to do the blood test, then you can identify you have this disease, like different fever. You will feel the fever and bitter taste and any things you can if you have any problem, then you can consult a doctor, and the doctor will take a blood test, and that blood test result will be given. The result, then what will be the result? And so many results will be there in the mosquito spreading diseases like malaria, anemia. That's like diseases we discussed. Okay, so next we discussed about the malaria. So many things about the malaria we discussed. How can we identify we have malaria, and what are the problems will be having malaria? That's like then what other diseases can be caused by mosquitoes bite also we discussed. Okay, so the next thing, next anemia Delhi, in the common in Delhi school. That's like so many things in 17 November 2007 നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് അസുഖം പിടിപെട്ടതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റിപ്പോർട്ട്സ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി റിപ്പോർട്ട് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തു, അല്ലേ? ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? സോ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് ബേബി മോസ്കിറ്റോസ്. വാട്ട്സ് ദാറ്റ്? ബേബി മോസ്കിറ്റോസ്. ഇനി ചെറിയ മോസ്കിറ്റോസ്, ബേബി മോസ്കിറ്റോസിനെ കുറിച്ച് പറയുകയാണ്. ജസ്കിറാത്ത് പറയുകയാണ്, ദർ ഇസ് എ പോസ്റ്റർ ഓൺ മലേറിയ ജസ്റ്റ് ഔട്ട്സൈഡ് അവർ ക്ലാസ്. അതായത് അവിടെ ഒരു പോസ്റ്റർ ഉണ്ട് മലേറിയനെ കുറിച്ച് നമ്മളുടെ ക്ലാസ്സിൻ്റെ പുറത്ത്, ജസ്റ്റ് ഔട്ട്സൈഡിൽ മലേറിയനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടെന്ന് പറയാം. എവരി വൺ ഗോസ് ഔട്ട് ടു ലുക്ക്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? പുറത്ത് പോയി നോക്കി. അപ്പോൾ ഇതാണ് പോസ്റ്റർ, കണ്ടോ? ബിവെയർ, ആർ യു ഇൻവൈറ്റിംഗ് മോസ്കിറ്റോസ്? നിങ്ങൾ മോസ്കിറ്റോസിനെ ക്ഷണിച്ചു വരുത്തുകയാണോ, അതായത് കൊതുകിനെ ക്ഷണിച്ചു വരുത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ബിവെയർ, നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ്? ദേ സ്പ്രെഡ് മലേറിയ. അവരെന്ത് ഉണ്ടാക്കും? മലേറിയ സ്പ്രെഡ് ചെയ്യും. ആര്? കൊതുക്. മനസ്സിലായല്ലോ? മോസ്കിറ്റോ. അതുപോലെ ഡെങ്കി ഫീവർ, ഡെങ്കി ഉണ്ടാക്കും. അതുപോലെ ചിക്കൻ ഗുനിയ ഉണ്ടാക്കും. ദെൻ ഡോണ്ട് ലെറ്റ് വാട്ടർ കളക്ട് അറൗണ്ട് യുവർ ഹൗസ്. അപ്പോൾ ഈ പോസ്റ്ററുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മോസ്കിറ്റോസൊക്കെ സ്പ്രെഡ് ആവുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഡോണ്ട് ലെറ്റ് വാട്ടർ കളക്ട് അറൗണ്ട് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും എന്തെങ്കിലും എവിടെയും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫില്ലപ്പ് ദറ്റ് പിറ്റ്സ്. അതുപോലെ എന്തെങ്കിലും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അടക്കണം, അത് മണ്ണിട്ട് മൂടണം. കീപ് ദ വാട്ടർ പോട്ട്സ്, കൂളേഴ്സ് ആൻഡ് ടാങ്ക്സ് ക്ലീൻ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ടർ എടുത്ത് വെക്കുന്ന പോട്ട്സ്, പാത്രങ്ങൾ, അതുപോലെ കൂളറുകൾ, അതൊക്കെ വെള്ളം നമ്മൾ എടുത്ത് വെക്കുന്ന ടാങ്ക്, അതൊക്കെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് വെക്കണം. ദേ ഷുഡ് ബി ഡ്രൈഡ് എവറി വീക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ഉണക്കണം എല്ലാ വീക്കിലും. ഓരോ ആഴ്ചയിലും നമ്മൾ ആ വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി അതൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കണം. ഓക്കെ, ദെൻ യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളെ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യണം. മോസ്കിറ്റോ നെറ്റ് അറിയാലോ. സോ കൊതുക് വല എന്നൊക്കെ പറയട്ടെ നമ്മൾ. സ്പ്രേ കെറോസിൻ ഇഫ് വാട്ടർ ഹാസ് കളക്റ്റഡ് അറ്റ് സം പ്ലേസ്. അപ്പോൾ എവിടെയെങ്കിലും ചില സ്ഥലത്ത് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കെറോസിൻ ഒഴിക്കുക. കെറോസിൻ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? മണ്ണെണ്ണ, അല്ലേ? മണ്ണെണ്ണ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ അവിടെയുള്ള കൊതുകൊന്നും അവിടെ വളരില്ല. ഓക്കെ, അപ്പോൾ രജത്ത് പറയാണ്, ദ പോസ്റ്റർ സേ സംതിങ് അബൌട്ട് ലാർവ. വാട്ട് ആർ ദോസ്? അതായത് ഈ പോസ്റ്ററിൽ കുറച്ച് ലാർവേനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നാൻസി പറയാണ്, ദേ ആർ ബേബി മോസ്കിറ്റോസ്. അതാണ് ബേബി മോസ്കിറ്റോസ് എന്ന് പറഞ്ഞാൽ. അത് ലാർവ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേബി മോസ്കിറ്റോസിന് പറയുന്ന പേരാണ് ലാർവ. അതിൻ്റെ ചെറിയ മുട്ട ചെറുത്, ജസ്റ്റ് എഗ്ഗാണ് ഉണ്ടാവുക. മുട്ട ഇടുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ മുട്ട എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് വിടരും, അതായത്
വിരിയ, അതിൻ്റെ ലാർവേ ഫോമിലേക്ക് മാറും. അപ്പോൾ അതൊരു ബേബി മോസ്കിറ്റോസ് ആണെന്ന് നാൻസി പറയുകയാണെ. ബട്ട് ഡോണ്ട് ലുക്ക് ലൈക്ക് മോസ്കിറ്റോസ് അറ്റ് ഓൾ. പക്ഷെ അതെന്തെയില്ല, മോസ്കിറ്റോസിൻ്റെ പോലെ ആയിരിക്കില്ല കാണാൻ, അത് അതേ ഷേപ്പിലായിരിക്കില്ല ലാർവ ഉണ്ടാവുക. ബേബി മോസ്കിറ്റോസ് ഡിഫറെൻ്റ് ആയിരിക്കും. വേർ ഡിഡ് യു സീ ദം? അതിനെ എവിടെയാണ് കണ്ടിട്ടുള്ളത്, അവരൊക്കെ കാണാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ദർ വാസ് എൻ ഓൾഡ് പോട്ട് ലൈൻ ബിഹൈൻഡ് അവർ ഹൗസ്. ഇറ്റ് വാസ് ഫുൾ ഓഫ് വാട്ടർ for some days. When I looked there, I saw some tiny thread like gray things swimming. I was surprised when mummy told me that these had come out of the egg which mosquito lie in water. They are called larvae. I also heard something about this on the radio. അതായത് മോസ്കിറ്റോസിൻ്റെ ലാർവെ, എല്ലാവരും ഒന്ന് ഈ പിക്ചർ നോക്കിക്കേ, മോസ്കിറ്റോസ് ലാർവെ അല്ലേ, കണ്ടോ ഒരു വെള്ളം, അതിൽ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാർവേനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്താണ് ഈ ലാർവെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴു പോലെയുള്ള ഒരു സാധനം ഉണ്ടോ, പുഴു പോലെ ഇങ്ങനെ നീന്തി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളറിയാതെ ഫിഷ് ആണെന്നൊക്കെ വിചാരിക്കും ചിലർ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അത് ശരിക്കും ലാർവയാണ്, അതായത് ബേബി മോസ്കിറ്റോസിൻ്റെ കുട്ടികളാണ്. അത് മുട്ട വിരിയാണ് അതിൽ പോയിട്ട് മോസ്കിറ്റോസ് മുട്ടയിടുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ പോയിട്ട് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞിട്ട് ഇങ്ങനെ ലാർവയായിട്ട് ചെറിയ ചെറിയ പുഴുക്കളായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ വലുതായിട്ട് കൊതുകായിട്ട് മോസ്കിറ്റോ ആയിട്ട് മാറുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം നാൻസി പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പോട്ടുണ്ടായിരുന്നു, ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ആ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നപ്പം ഞാനൊരു ദിവസം നോക്കിയപ്പോൾ എന്ത് കണ്ടു, ഒരു ടൈനി ചെറിയ ഒരു ത്രെഡ് പോലെയുള്ള ഒരു ഗ്രേ കളറുള്ള ഒരു സാധനം ഇങ്ങനെ സ്വിം ചെയ്യുന്നേ കണ്ടു. അതായത് ഈ പിക്ചറിൽ കണ്ടിട്ടുള്ള അതുപോലെ ആ പാത്രത്തിലുള്ള ഈ ഒരു ഇതുപോലെ കുറേ ഒരു ഗ്രേ കളറുള്ള ഒരു ത്രെഡ് പോലെയുള്ള നൂല് പോലെയുള്ള ഒരു ജന്തു എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, അതിലിങ്ങനെ സ്വിം ചെയ്യുന്നതായിട്ട് കണ്ടു. എന്താ സ്വിം ചെയ്യാന്ന് പറഞ്ഞാൽ നീന്തുന്നത് അല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവൾക്ക് ഭയങ്കരമായിട്ട്, നാൻസി പറയുകയാണെ, ഞാൻ ഭയങ്കര സർപ്രൈസായി. അപ്പം മമ്മി എന്നോട് പറഞ്ഞു എന്ത് ചെയ്ത്, അത് ഈ മോസ്കിറ്റോസിൻ്റെ മുട്ട വിരിഞ്ഞതാണടാ വെള്ളത്തിൽ. മോസ്കിറ്റോസ് മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിനെ നമ്മൾ ലാർവയെന്ന് പറയാന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റേഡിയോയിലും കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ആൾസോ ഹിയർഡ് സംതിങ് അബൌട്ട് ദിസ് ഓൺ ദ റേഡിയോ. അപ്പോൾ റേഡിയോയിലും ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഫോർമേഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്, നാൻസിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രജത്ത് പറയാണ്, വാട്ട് ഡു യു ഡു, എന്നിട്ട് നീ എന്താ ചെയ്തത്? അപ്പം നാൻസി പറയാണ്, പപ്പ ഇമ്മീഡിയറ്റ്ലി ത്രൂ എവേ ദ വാട്ടർ. പപ്പ അതെന്ത് ചെയ്തു, പെട്ടെന്ന് ആ വെള്ളം കെട്ടി നിൽക്കുന്നത് വേഗം എടുത്ത് അത് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഹി ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ദ പോട്ട് ആൻഡ് കെപ്റ്റ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. ഓക്കെ, സോ ദാറ്റ് നോ വാട്ടർ വുഡ് കളക്ട്. എന്നിട്ട് എന്താണ് നാൻസി പറഞ്ഞത്, നാൻസിൻ്റെ പപ്പ എന്ത് ചെയ്തു, അതെടുത്ത് വലിച്ചെറിഞ്ഞു. അതായത് വെള്ളമൊക്കെ ഒഴിച്ചു മാറ്റി പുറത്തേക്ക് കളഞ്ഞിട്ട് ആ ഒരു പോട്ടുണ്ടല്ലോ, ആ പാത്രം എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത് ഉണക്കാൻ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഉണക്കിയിട്ട് അതെന്ത് ചെയ്തു, അതിൻ്റെ ഭാഗം താഴത്തേക്ക് വെച്ചിട്ട്, അതായത് അതിൻ്റെ ഈ മൂടിയുള്ള ആ ഭാഗമല്ലേ നമ്മൾ തുറക്കുന്ന ആ ഒരു ഭാഗം, അതിൻ്റെ ഓപ്പണിങ് എന്ത് ചെയ്തു, താഴത്തേക്ക് വെച്ചിട്ട് തല തിരിച്ചു വെച്ചു എന്നാണ് പറയണത്. അപ്പോൾ വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൽ കളക്ട് ആവില്ലല്ലോ. നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ കമഴ്ത്തി വെക്കൂലേ, അതുപോലെ കമഴ്ത്തി വെച്ചു. ഓക്കെ, അപ്പോൾ ജസ്കിറാത്ത് പറയാണ്, ഷാസിയ ആൻറ്റി ടോൾഡ് മീ ദാറ്റ് ഈവൻ ഫ്ലൈസ് സ്പ്രെഡ് ഡിസീസസ് എസ്പെഷ്യലി സ്റ്റൊമക് പ്രോബ്ലംസ്. ജാസ്കിറത്ത് പറയാണ്, എന്നോട് ഷാസിയ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഫ്ലൈസ്, എന്ത് ഫ്ലൈസ് ആണെങ്കിലും, ഇപ്പോൾ ഈച്ചയാണെങ്കിലും തേനീച്ചയാണെങ്കിലും എന്ത് ഫ്ലൈസ് ആണ് ഇങ്ങനെ പറന്നു പോകുന്ന ചെറിയ ഇൻസെക്ട്സിന് നമ്മൾ ഫ്ലൈസ് എന്നാണ് പറയുക കേട്ടോ. ഹൗസ് ഫ്ലൈസ് ആണെങ്കിൽ ഈച്ചയാണ്, ഈച്ച അറിയാലോ. അതുപോലെ ഹണി ബീസ്, അതൊക്കെ തേനീച്ച, അങ്ങനെയുള്ള ഫ്ലൈസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങൾ പരത്തുന്നുണ്ട്. അതായത് എസ്പെഷ്യലി എന്താണ്, സ്റ്റൊമക്ക് പ്രോബ്ലംസ് ആണ്, നമുക്ക് വയറിനുള്ള ഓരോരോ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഈച്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വന്നിരിക്കുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യുക, അത് വേസ്റ്റ് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും, പക്ഷെ നമ്മളത് കാണില്ല. ഓക്കെ, നമ്മൾ ആ ഫുഡ് എടുത്ത് കഴിക്കും, അപ്പം നമുക്ക് സ്റ്റൊമക്കിൽ അതെത്തും, അപ്പം നമുക്ക് സ്റ്റൊമക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. രജത്ത് പറയാണ്, ബട്ട് ഫ്ലൈസ് ഡോണ്ട് ബൈറ്റ്. പക്ഷെ എന്ത് ചെയ്യില്ല, ഫ്ലൈസ് ഒന്നും എന്ത് ചെയ്യില്ല, ഈച്ച എന്ത് ചെയ്യില്ല,
ഇവിടെ ഫ്ലൈസ് എന്ന് പറയുന്നത് ഈച്ചനെ മാത്രമാണ് കേട്ടോ. ഫ്ലൈസ് ഇതുപോലെ തന്നെ നമ്മളെ ഈ ഫ്ലൈസ് ഈച്ചയും അസുഖങ്ങൾ പരത്തും എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റൊമക്ക് പ്രോബ്ലംസ്. പക്ഷെ രജത്ത് പറയാണ് നമുക്ക് പക്ഷേ ഈച്ച നമ്മളെ കടിക്കൊന്നുമില്ല. ശരിയാണ് അല്ലേ? മോസ്കിറ്റോസ് കടിക്കുന്ന പോലെ നമ്മളെ ഫ്ലൈസ് നമ്മളെ കടിക്കില്ല. ദെൻ ഹൗ ഡു ദേ സ്പ്രെഡ് ഡിസീസസ്? പക്ഷെ എങ്ങനെയാണ് അവർ നമുക്ക് അസുഖങ്ങൾ പരത്തുന്നത്? ഡിസീസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അസുഖങ്ങളെ അവരെങ്ങനെയാണ് നമുക്ക് പരത്തുക? നമുക്ക് ഒരിക്കലും നമ്മളെ കടിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവർ അസുഖങ്ങൾ ഉണ്ടാക്കും? അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്ത് ചെയ്യും? അത് വന്നിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ബോഡിയിലുള്ള വേസ്റ്റ് അത് എന്ത് ചെയ്യും? അത് കളയും. അതായത് അതിൻ്റെ മലമൊക്കെ എന്ത് ചെയ്യും? അവിടെ അപ്പിട്ട് വെക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പം നമ്മൾ കാണില്ല, അത്രയും സ്മോൾ ആയിരിക്കുമല്ലോ. നമുക്ക് അറിയാമല്ലോ ഫ്ലൈസിൻ്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും സ്മോളാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അതിൽ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് ആ ഫുഡ് എടുത്ത് കഴിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? we will have the disease, especially the stomach problems. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഈ ലാർവേൻ്റെ ഒരു ഹാൻഡ് ലെൻസിൽ നോക്കിയാൽ കിട്ടുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? യെസ്, ലാർവേൻ്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ലാർവേ സീൻ ത്രൂ ഹാൻഡ് ലെൻസ്. ഹാൻഡ് ലെൻസിലൂടെ നോക്കിയപ്പോൾ ഉണ്ടാവുന്ന ലാർവേൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? എല്ലാവരും കണ്ടല്ലോ അല്ലേ? Next, to find out and tell. Find out and tell. Have you seen any poster like this put up anywhere? നിങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലേ? നമ്മുടെ സ്കൂളിൻ്റെ പുറത്ത് അല്ലേ? ഗവൺമെൻറ് സ്കൂളിലൊക്കെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക, പോസ്റ്റർ എഴുതി വെക്കുക അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ഹെൽത്ത് സെൻറ്ററിൽ, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ, ദെൻ ഡിസ്പെൻസറിയിലൊക്കെ കാണാൻ പറ്റും നമുക്ക് പുറത്ത് അല്ലേ? ചുമരുമലൊക്കെ കാണാൻ പറ്റും. വാട്ട് ഡു യു തിങ്ക് പുട്ട് അപ്പ് സച്ച് പോസ്റ്റേഴ്സ് ഓർ ഗീവ്സ് ആഡ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരായിരിക്കും ഈ പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ആരായിരിക്കും ഈ ഇതിനെക്കുറിച്ചുള്ള ഈ അസുഖങ്ങളെക്കുറിച്ച്, അതായത് ഈ മോസ്കിറ്റോസ് പരത്തുന്ന അസുഖങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത്? ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് ആരായിരിക്കും കൊടുക്കുന്നത്? ജനങ്ങളെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുക കേട്ടോ. വാട്ട് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഗിവൺ ഇൻ ദ പോസ്റ്റർ? എന്താണ് ഈ പോസ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ, ബിവെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. സോ യു ഹാവ് ടു ഡു ദിസ് എന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കൂ. ഓക്കെ, then why do you think pictures of tank, cooler and pits are shown in poster? എന്തുകൊണ്ടാണ് ടാങ്ക്, കൂളർ, പിറ്റ്സ്, ചെറിയ കുഴികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കണ്ടില്ലേ? ഈ പോസ്റ്ററിൻ്റെ മുകളിൽ തന്നെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? കണ്ടോ? അലക്ക് കല്ലുകൾ, അങ്ങനെയുള്ള കൂളർ പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ? തണുപ്പിക്കുന്ന, അതാണ് കൂളർ കേട്ടോ. തണുപ്പിക്കുന്ന സാധനമാണ്. അതായത് നമ്മളെ AC അല്ല, ACൻ്റെ വേറൊരു വേർഷൻ, നമ്മളെവിടേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൂളർ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ? വാട്ടറിൻ്റെ ടാപ്പ് തുറന്ന് അതിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ തന്നെ ചെടി നനക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം, ഇതൊക്കെ എന്താ? വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? ടാങ്കിലാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കും. അപ്പം അങ്ങനെയുള്ള പ്ലേസസ് അവിടെ കൊടുക്കാൻ കാരണം എന്താണ്? നമ്മൾ അവിടെയൊക്കെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ പിക്ചേഴ്സ് കൊടുക്കാൻ കാരണം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. why do you think pictures അത് കഴിഞ്ഞു. The next thing, why do you think it talks about putting fish in the tank? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കിൽ, കിണറിലൊക്കെ ഫിഷ് കൊണ്ടിടണം എന്ന് പറയുന്നത്? വലിയ ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മളുടെ എൽഡേഴ്സൊക്കെ പറയാറുണ്ട് അല്ലേ? മുതിർന്ന ആളുകളൊക്കെ പറയാറുണ്ട് അതിൽ ഫിഷിനെ കൊണ്ടുവരണം എന്നൊക്കെ അല്ലേ? വാട്ട് ഡു യു തിങ്ക് ദ ഫിഷ് ഈറ്റ്? നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഫിഷ് എന്താണ് കഴിക്കുക എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ടാങ്കിലൊക്കെ ഫിഷ് കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫിഷ് എന്ത് ചെയ്യും? ടാങ്കിലൊക്കെ ഉള്ള ലാർവേ, നമ്മൾ ഈ മോസ്കിറ്റോസ്, നമ്മൾ പറഞ്ഞല്ലോ മോസ്കിറ്റോസിൻ്റെ ബേബി മോസ്കിറ്റോസിനെ പറയുന്ന പേരാണ് എന്ത്? ലാർവ അല്ലേ? അപ്പോൾ ഈ ലാർവൊക്കെ പെരുകുമ്പോൾ ആ ലാർവനെ ഈറ്റ് ചെയ്യുന്നത് ആരാണ്? ഫിഷിന് ഈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ചെറിയ ആൽഗനെ, ആൽഗല്ല, ലാർവേനെ ആർക്ക് ഈറ്റ് ചെയ്യാൻ പറ്റും? ഫിഷിന് ഈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫിഷിനെ അതിൽ കൊണ്ടുപോയിട്ടാൽ അതിൽ വളരുന്ന ലാർവേനൊക്കെ ആര് തിന്നും? ഫിഷ് ഈറ്റ് ചെയ്യും. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ വെൻ ഓയിൽ ഈസ് സ്പ്രെഡ് ഓൺ ദ വാട്ടർ?
അപ്പോൾ നമ്മൾ വാട്ടറിൽ കുറച്ച് ഓയിൽ ഒഴിക്കുകയെന്ന് വിചാരിക്കുക, എന്ത് ഓയിലാണെങ്കിലും അതിൽ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിൽ അടങ്ങിയിട്ടുള്ള ഏതൊരു ലാർവയാണെങ്കിലും ഇൻസെക്ട്സ് ആണെങ്കിലും അതിനൊക്കെ കൊല്ലും. അതായത് ഈ ഓയിൽ അതിലേക്ക് ഒഴിച്ചാൽ അതെന്ത് ചെയ്യും, the oil will kill the baby mosquitoes like a larvae. Okay, so the next to find out which diseases are spread by flies and how എന്നാ ചോദിക്കുന്നത്. ഏത് ഡിസീസസ് ആണ് നമുക്ക് ഫ്ലൈസ് കൊണ്ട് ഉണ്ടാവുന്നത്. അതായത് ഫ്ലൈസ് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ ഫിഷിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദെൻ ഫ്ലൈസ് പറഞ്ഞാൽ ഈച്ച കൊണ്ടുണ്ടാകുന്നത്. ഹൗ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈച്ച കൊണ്ടുണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞില്ലേ. ഏത് അസുഖമാണ് നമ്മൾ ഈച്ച കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നത്? യെസ്, ഇവിടെ പറഞ്ഞല്ലോ, കണ്ടില്ലേ നിങ്ങൾ. ഏത് അസുഖമാണ് നമ്മൾ ഈച്ചേനെ കൊണ്ടുണ്ടാവുന്ന അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റൊമക്ക് പ്രോബ്ലംസ് ആണ് അല്ലേ. അധികം നമുക്ക് എന്താ ഉണ്ടാവുക, സ്റ്റൊമക്കിലുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വേറെ ഡയേറിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡയേറിയ പറഞ്ഞാൽ നമുക്ക് വയറിളക്കം, മനസ്സിലായല്ലോ, വയറിളക്കം ഉണ്ടാവും. സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് നോർമലി ഈ ഫ്ലൈസ് കൊണ്ടുണ്ടാകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൈസ് എന്ത് ചെയ്യും, അതിൽ നമ്മൾ എന്ത് ഫുഡാണെങ്കിലും എന്ത് ഡേർട്ടി തിങ്സ് ആണെങ്കിലും അതിൽ വന്നിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് നമ്മൾ തുറന്ന് വെച്ചാലും കുറച്ച് നേരം തുറന്ന് വെച്ചാലും അതെന്തെങ്കിലും അതിൽ വന്നിരുന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ മലമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അതെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. മനസ്സിലായല്ലോ. So then mosquito check. The next topic, mosquito check. Divide your class into 2 or 3 groups. Each group will go around to check one area in school or around it. It must carefully note if water has collected anywhere and mark tick where to find stagnant water. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ 2 or 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. ഓരോ ഗ്രൂപ്പിലും എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ ഏരിയയിലേക്ക് പോവാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ ഇറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി, നമ്മളെപ്പോഴും കെയർഫുള്ളി ആയിരിക്കണം. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ഇടുക, ഏത് സ്ഥലത്താണെന്ന് ടിക്ക് മാർക്ക് ഇടുക. അപ്പോൾ എവിടെയാണ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം. ഓക്കെ, സ്റ്റാഗ്നൻറ്റ് വാട്ടർ മീനിങ് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ദെൻ പോട്ടിലാണെങ്കിൽ ടിക്ക് ചെയ്യുക, എവിടെയാണ് നിങ്ങൾ നോക്കുക. കൂളറിൻ്റെ അവിടെയാണെങ്കിൽ ടിക്ക് ചെയ്യുക. ടാങ്ക് എവിടെയാണ് വെള്ളം കാണുന്നത് അവിടെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എനി ഓപ്പൺ സ്പേസ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്, വേറെ എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസിൽ, സ്കൂൾ ഗ്രൗണ്ടിൻ്റെ എവിടെയെങ്കിലും ഓപ്പൺ പ്ലേസിൽ, അല്ലെങ്കിൽ ഗട്ടറിൽ, എനി അതർ പ്ലേസ്, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്ലേസിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സീൻസ് ഹൗ മെനി ഡേയ്സ് ഹാസ് വാട്ടർ കളക്റ്റഡ് ദർ, എത്ര ദിവസങ്ങളായി ഈ ഒരു വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നോർമലി 8 to 10 days ആകുമ്പോഴേക്കും അവിടെ ലാർവെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ലാർവ വളരാൻ തുടങ്ങും, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദീസ് പ്ലേസ് ക്ലീൻ, ഈ പ്ലേസസ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഇപ്പോൾ സ്കൂൾ അതോറിറ്റിയാണ് ശരിക്കും ഇത് റെസ്പോൺസിബിൾ ഏറ്റെടുക്കേണ്ടത്. നമ്മൾ സ്കൂളിലെ കുട്ടികളല്ല, സ്കൂൾ അതോറിറ്റിയിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, എപ്പോഴും സ്കൂളും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഹു ഈസ് സപ്പോസ് ടു ഗെറ്റ് ദ ഗട്ടേഴ്സ് ആൻഡ് ഡ്രെയിൻസ് റിപ്പയർഡ്, അതായത് എങ്ങനെ ആരാണ് ശരിക്കും ഈ ഡ്രെയിൻ, ഇപ്പോൾ നമ്മളെ ചാലുകളൊക്കെ ഉണ്ടാവില്ലേ ഫുഡ്, അപ്പോൾ നമ്മളുടെ സ്കൂളിലാണെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ കഴുകുന്ന വെള്ളം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മളെ ഡ്രൈനേജ് സിസ്റ്റം, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഒരു പ്ലേസ് ഉണ്ടാവും അല്ലേ. ആ പ്ലേസൊക്കെ ആരാണ് ഇപ്പോൾ കേട് വന്നാലൊക്കെ റിപ്പയർ ചെയ്യുക സ്കൂളിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രെയിൻസും കട്ടേഴ്സും എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈനേജ് സിസ്റ്റമൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ കളയുന്നത്, വെള്ളമൊക്കെ കളയുന്ന ആ ഒരു ഇതിന്, അതായത് ഓവുചാൽ എന്നൊക്കെ പറയാം. ഗട്ടേഴ്സും തന്നെയാണ് കേട്ടോ, ഓവുചാൽ തന്നെയാണ് ഗട്ടേഴ്സും, അതുപോലെ ഡ്രൈനേജും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് നന്നാക്കുന്നത്, റിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഏരിയയിലുള്ള ലോക്കൽ മുനിസിപ്പാലിറ്റിയാണ് ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ ക്യാൻ എനി ലാർവേ ബി സീൻ ഇൻ ദ കളക്റ്റഡ് വാട്ടർ, നിങ്ങൾ വാട്ടറിൽ ഏതെങ്കിലും ലാർവേ കാണുന്നുണ്ടോ, എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കണം. നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും ലാർവേ വെള്ളത്തിൽ ഇങ്ങനെ വളരുന്നത്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. സോ ഹാസ് ഇറ്റ് കോസ്ഡ് എനി പ്രോബ്ലം ഇൻ ദ ഏരിയ ബ്രൈറ്റ്,
ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഈ ഏരിയയിൽ സംഭവിക്കുന്നുണ്ടോ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ മോസ്കിറ്റോസ് പെരുകുന്നത് പോലെ നമുക്ക് കുറേ അസുഖങ്ങൾ, അനീമിയ ഉണ്ടാവും, മലേറിയ ഉണ്ടാവും, ചിക്കൻ ഗുനിയ ഉണ്ടാവും, അതുപോലെ കുറേ അസുഖങ്ങൾ നമുക്ക് പിടിപെടും അല്ലേ. സോ അതാണ് അവിടെ എഴുതേണ്ടത്. ദെൻ മേക്ക് എ പോസ്റ്റർ. ഇനി ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻ യുവർ ഗ്രൂപ്പ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ മേക്ക് എ പോസ്റ്റർ വിത്ത് എ മെസ്സേജ് ടു കീപ് ദ കൂളർ, ടാങ്ക്, ഡ്രെയിൻസ് ആൻഡ് ദ ഏരിയ ക്ലീൻ wherever water collects. Put up your poster in and around your school. അതായത് നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ, നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലൊരു മെസ്സേജ്, ഒരു പോസ്റ്ററിലൂടെ നിങ്ങൾ മെസ്സേജ് ഒന്ന് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിലുണ്ടായിരിക്കേണ്ടത്, നമ്മൾ ഈ കൂളറിൽ, ടാങ്കിൽ, ഡ്രെയിനേജിൽ, അതുപോലെ തന്നെ എവിടെയാണോ വെള്ളം കെട്ടി നിൽക്കുന്നത് അവിടെ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ, അതായത് അവിടെ ക്ലീൻ ആയിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പോസ്റ്റർ ആയിരിക്കണം. ദെൻ പുട്ട് അപ്പ് യുവർ പോസ്റ്റർ ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തോ എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ ചുമരിലോ എവിടെയെങ്കിലും അത് ആ പോസ്റ്റർ പുട്ട് ചെയ്യുക, വെക്കുക. ഓക്കെ. ഫൈൻഡ് ഔട്ട് who is responsible for keeping the area around your school clean. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ആരാണ് നമ്മളുടെ ഈ സ്കൂളിൻ്റെ ഏരിയ ക്ലീൻ ചെയ്യുന്നതെന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണെന്ന് കണ്ടെത്തണം. റൈറ്റ് എ ലെറ്റർ ഫ്രം യുവർ സ്കൂൾ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ലെറ്റർ അയക്കുക. റിപ്പോർട്ട് യുവർ ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ്. നിങ്ങളുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ്, നിങ്ങളുടെ കണ്ടെത്തലുകൾ വെച്ചിട്ട്, നിങ്ങളുടെ സജഷൻസ് വെച്ചിട്ട്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു ലെറ്റർ എഴുതുക. ആർക്കായിരിക്കും ലെറ്റർ എഴുതേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. ആരാണ് നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്കൂളും പരിസരവും ഒക്കെ ക്ലീൻ ആയി സൂക്ഷിക്കേണ്ടത് അവിടെ ഏരിയയിലുള്ള ലോക്കൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ്. ഓക്കെ. സോ അവർക്കായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലെറ്റർ അയക്കേണ്ടത് കേട്ടോ. ഫൈൻഡ് ഔട്ട് ടു whom the letter should be written and to which office it should be sent. അതായത് നിങ്ങൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതേണ്ടത്, അതുപോലെ ഏത് ഓഫീസിലേക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. നമുക്കറിയാം മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്, കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് കേട്ടോ സെൻഡ് ചെയ്യേണ്ടത്. ദെൻ അപ്പോൾ അത് മാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പക്ഷേ അതിൻ്റെ താഴെ സ്കൂളിൻ്റെ പേരൊക്കെ വേറെ സ്കൂളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ സ്കൂളും പരിസരമൊക്കെ ആയിട്ട് എഴുതാം കേട്ടോ. ദെൻ സർവേ റിപ്പോർട്ട്. നെക്സ്റ്റ് സർവേ റിപ്പോർട്ട്. സം ചിൽഡ്രൻ ഡിഡ് ദ സർവേ. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ഒരു സർവേ ചെയ്തു. ഹിയർ ആർ സം ഓഫ് ദെയർ റിപ്പോർട്ട്സ്. ഇതാണ് അവരുടെ റിപ്പോർട്ട്സ്. ഗ്രൂപ്പ് 1 ചെയ്തിട്ടുള്ളത് നോക്കാം. വി ഫൗണ്ട് സംതിങ് ഗ്രീൻ അറൗണ്ട് ദ ടാപ്സ് ഇൻ അവർ സ്കൂൾ വിച്ച് ഈസ് കോൾഡ് ആൽഗെ. അതായത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഗ്രീൻ കളറ് ടാപ്പിൻ്റെ, സ്കൂളിൻ്റെ അടുത്തുള്ള സ്കൂളിലുള്ള ടാപ്പിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ ആൽഗകൾ, അതായത് ഗ്രീൻ കളർ ഇങ്ങനെ ഉണ്ടാവുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അതാണ് ആൽഗെ. ഡ്യൂ ടു ആൽഗെ, ഈ ആൽഗെ കാരണം എ കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ് കേട്ടോ, ചെറിയൊരു പ്ലാന്റ് ആണ്, ഒരു സൈസ് പ്ലാന്റ് ആണ്, ഗ്രീൻ കളറാണ് ഉണ്ടാവുക. ഇറ്റ് ഹാഡ് ആൾസോ ബിക്കൺ സ്ലിപ്പറി ദർ. അത് ഈ ഒരു ആൽഗെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ വെള്ളം നമ്മൾ ഇടിക്കുന്ന സമയത്ത് നമുക്ക് ടാപ്പിൻ്റെ അവിടെ വെളുക്കി പോവാം, നമ്മൾ വൈദ്യുതി പോവാൻ ചാൻസ് ഉണ്ട്, ഞങ്ങൾ വൈദ്യുതി പോകുന്നുണ്ട്. ദ ആൽഗെ സ്പ്രെഡ്സ് എ ലോട്ട് ഡ്യൂറിങ് ദ റൈനി സീസൺ. അതുപോലെ തന്നെ റൈനി സീസണിൽ നല്ല മഴക്കാലത്ത് നല്ലതായി ആൽഗെ അവിടെ സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി പോകുന്നുണ്ട്, വെളുക്കി വീയാണ് ചെയ്യുന്നത്. വി തിങ്ക് ദാറ്റ് ആർ സം കൈൻഡ് ഓഫ് സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ. അതായത് ഞങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഇതൊരു ചെറിയ പ്ലാന്റ് ആണ്, അത് എവിടെയാണ് വളരുന്നത്, വെള്ളമുള്ള സ്ഥലത്താണ് വളരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഗ്രൂപ്പ് 1 പറയുന്നത്. യെസ്, ആൽഗെ വിൽ ബി ഗ്രോ ഇൻ ദ വാട്ടർ. അല്ലെ, വാട്ടർ കണ്ടന്റ് ഉള്ള സ്ഥലത്താണ് എന്തുണ്ടാവുക, ആൽഗെ മെയിനായിട്ട് ഗ്രോ ചെയ്യുക, വളരുക. ദെൻ ഗ്രൂപ്പ് 2 നോക്കാം. ദർ ഇസ് എ പോണ്ട് നിയർ ദ സ്കൂൾ. അറ്റ് ഫസ്റ്റ് യു കനോട്ട് സീ ദ വാട്ടർ ഇൻ ദ പോണ്ട് ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് പ്ലാന്റ്സ്. അതായത് ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പോണ്ട് ഉണ്ട്, പോണ്ട് കാണാനും കുള അല്ലേ. അത് ഫസ്റ്റ് ഞങ്ങൾ കാണുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, വാട്ടർ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൽ മൊത്തം പ്ലാന്റ്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വെള്ളത്തിന് മുകളിൽ മൊത്തം പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ വൺ ആൻറ്റി ടോൾഡ് us that these plants have grown themselves in the water. അതായത് ഒരു ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു ഈ വെള്ളത്തിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നതെന്ന് പറഞ്ഞു. അറൗണ്ട് ദ പോണ്ട് ദർ ആർ പീറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ. അതായത് ഈ പോണ്ടിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്,
ചെറിയ ചെറിയ കുഴികളുണ്ട്, അതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. വി ആൾസോ സോ സം ലാർവേ ഇൻ ദ വാട്ടർ. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വെള്ളത്തിൽ കുറച്ച് ലാർവേനെയും കണ്ടു. ആസ് വി മൂവ്ഡ് അറൗണ്ട്, ഞങ്ങളിങ്ങനെ ചുറ്റും പോയപ്പോൾ ലോട്ട്സ് ഓഫ് മോസ്കിറ്റോ ഫ്ലൂ ഫ്രം ദ പ്ലാന്റ്സ് ഗ്രോയിങ് അറൗണ്ട്. അതായത് കുറേ മോസ്കിറ്റോസ്, കുറേ കൊതുകുകൾ ഇങ്ങനെ പാറി കളിക്കുന്നത് ആ പ്ലാന്റ്സിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയാണ് ആ പ്ലാന്റ്സ് വളരുന്നത് അവിടെയൊക്കെ എന്ത് ചെയ്യും, കുറേ മോസ്കിറ്റോസ് ഇങ്ങനെ പാറി കളിക്കുന്നത് കണ്ടു. അപ്പോൾ ജസ്കിറാത്ത് ഫീൽസ് ദാറ്റ് ദർ ആർ സോ മെനി മോസ്കിറ്റോസ് ഇൻ ഹർ ഹൗസ് ബിക്കോസ് ഓഫ് ദിസ് ഡേർട്ടി പോണ്ട് നിയർ ബൈ. അപ്പോൾ ജസ്കിറാത്ത് ഫീൽ ചെയ്തു, അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കുറേ മോസ്കിറ്റോസ് അവളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടാവുന്നതെന്ന്. അതായത് ഈ ഡേർട്ടി പോണ്ട്സ് അവരുടെ വീടിൻ്റെ അടുത്താണ് ഉള്ളത്. ജസ്കിറാത്തിൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ്, ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് പോണ്ട്സ് ഉള്ളത്. അപ്പോൾ ഈ ഡേർട്ടി ആയിട്ടുള്ള ചളി നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത ഈ കുളത്തിൽ ഇഷ്ടംപോലെ ലാർവേ വളരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവരുടെ വീട്ടിൽ കുറേ മോസ്കിറ്റോസ് ഉള്ളതെന്ന് ജസ്കിറാത്തിന് മനസ്സിലായി. ടെൽ ഈസ് ദർ എ പോണ്ട് ഓർ എ റിവർ അറൗണ്ട് യുവർ ഹൗസ് ഓർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ വല്ല പുഴയോ അല്ലെങ്കിൽ എന്താ കുളമോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗോ ആൻഡ് ലുക്ക് അറൗണ്ട് ആൻഡ് ഒബ്സർവ് ദീസ് തിങ്സ്. ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഒബ്സർവേഷൻ നിങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻ യു സീ ആൽഗെ ഇൻ ഓർ അറൗണ്ട് ദ വാട്ടർ? നിങ്ങൾ ആൽഗെ നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടറിൻ്റെ അടുത്തോ കണ്ടിട്ടുണ്ടോ, ചുറ്റും കാണുന്നുണ്ടോ എന്നാണ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേർ എൽസ് ഹാവ് യു സീൻ ആൽഗെ? എവിടെയാണ് ആൽഗെ കണ്ടിട്ടുള്ളത്? എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ എവിടെ പോയാലും നമുക്ക് ആൽഗേനെ കാണാൻ പറ്റും. കാരണം ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറുള്ള ഒരു പ്ലാന്റ് ആണ്, ആ ചെറിയ സ്മോൾ പ്ലാന്റ് ആണ്, വാട്ടറിലുള്ള സ്ഥലത്താണ് ഉണ്ടാവുക. സോ നമുക്ക് ആൽഗെ വിൽ ബി seen in the water side. Okay, so are there plants growing on the side or in the water? അതായത് വാട്ടറിൻ്റെ സൈഡിലാണോ അല്ലെങ്കിൽ വാട്ടറിലാണോ ഈ പ്ലാന്റ്സ് വളരുന്നത്? ഫൈൻഡ് ഔട്ട് ദെയർ നെയിംസ്, ഇവരുടെ പേര് കണ്ടെത്തുക. ഡ്രോ സം ഓഫ് ദീസ് ഇൻ യുവർ നോട്ട്ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടെത്തിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വരക്കൊന്നും വേണ്ട കേട്ടോ, നോ പ്രോബ്ലം. ദെൻ ഡു യു തിങ്ക് ദീസ് വർ പ്ലാന്റഡ് ബൈ സംവൺ ഓർ ഡിഡ് ദേ ഗ്രോ ഓൺ ദെയർ ഓൺ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്ലാന്റ്സ് ആരെങ്കിലും പ്ലാന്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും നട്ടിട്ടാണോ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, അതോ അത് സ്വന്തമായിട്ട് വളരാണോ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് വിൽ ഗ്രോ അലോൺ. ഇത് ഒറ്റയ്ക്ക് വളരുകയാണ് ചെയ്യുക, ഒറ്റയ്ക്ക് ഈ പ്ലാന്റ് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് വളരാനുള്ള കഴിവുണ്ട് കേട്ടോ. വാട്ട് എൽസ് ക്യാൻ യു സീ ഇൻ വാട്ടർ? എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ വെള്ളത്തിൽ കാണുന്നത്? മേക്ക് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് നോക്കാം, ലാസ്റ്റ് ആണ് അത്. എ സയൻറ്റിസ്റ്റ് പീപ്സ് ഇൻ ടു എ മോസ്കിറ്റോ സ്റ്റൊമക്ക്. മോസ്കിറ്റോസിൻ്റെ സ്റ്റൊമക്കിലേക്ക് സയൻറ്റിസ്റ്റ് കടന്നു ചെന്നപ്പോൾ, അതായത് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എന്നാണ് പറയുന്നത്. ദിസ് ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് ടു പ്ലേസ് ആൾമോസ്റ്റ് 100 years ago. അതായത് ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻ്റ് ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ഈ പറയുന്നത്. അതായത് എ സയൻറ്റിസ്റ്റ് ഫൗണ്ട് ഔട്ട് ദ മോസ്കിറ്റോ സ്പ്രെഡ് മലേറിയ. ഈ സയൻറ്റിസ്റ്റ് എന്ത് കണ്ടെത്തി? റൊണാൾഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സയൻറ്റിസ്റ്റ് എന്ത് കണ്ടെത്തി? മോസ്കിറ്റോസ് മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ പരത്തുന്നുണ്ട് എന്ന് കണ്ടെത്തി. ലെറ്റ്സ് റീഡ് അബൌട്ട് ദിസ് ഡിസ്കവറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. നമുക്ക് ഈ ഡിസ്കവറി ഈ ഒരു റൊണാൾഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ വേർഡ്സിൽ കണ്ടെത്താം. ഓക്കെ, മൈ ഫാദർ വാസ് എൻ ജനറൽ ഇൻ ദ ഇന്ത്യൻ ആർമി. അതായത് ഇന്ത്യൻ ആർമിയിലെ ജനറൽ ആയിരുന്നു എൻ്റെ ഫാദർ. റൊണാൾഡ് റോസ് പറയാണ് കേട്ടോ. ഐ സ്റ്റഡീഡ് ടു ബിക്കം എ ഡോക്ടർ. ഞാൻ എന്ത് ചെയ്തു, ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പഠിച്ചു. ദെൻ ബട്ട് വാട്ട് ഐ റിയലി liked was reading stories, writing poetry, music and drama. പക്ഷേ എനിക്ക് റിയലി ഇഷ്ടം എന്താണ്, ഞാൻ പഠിക്കാൻ വേണ്ടി പോയത് ഡോക്ടറിനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? സ്റ്റോറീസ് വായിക്കാൻ, കഥകൾ വായിക്കാൻ, അതുപോലെ തന്നെ കവിത എഴുതാൻ, മ്യൂസിക് ഇഷ്ടമായിരുന്നു, പിന്നെ ഡ്രാമ നാടകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. ഇൻ മൈ ഫ്രീ ടൈം, ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഐ എൻജോയ് ഡൂയിങ് ഓൾ ദിസ്. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇൻ ദോസ് ഡേയ്സ് thousands of people used to die from a disease that we now call മലേറിയ. അതായത് ആ സമയത്താണ് കുറേ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു അസുഖം കൊണ്ട് മരിക്കുന്നത്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, മലേറിയ എന്ന പേര് വിളിച്ചത്. ദെൻ ദ ഡിസീസ് വാസ് ഫൗണ്ട് ഇൻ ഏരിയാസ് വേർ ദർ വാസ് എ ലോട്ട് ഓഫ് റെയിൻ ഓർ ഇൻ എ സ്വാമ്പി പ്ലേസസ്. അതായത്
ഈ ഡിസീസസ് എപ്പോഴും കണ്ടിരുന്നത് എവിടെയാണോ ലോട്ട് ഓഫ് നല്ല മഴ പെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സോംബി പ്ലേസസ് ആണ്, ചതുപ്പ് നിലയങ്ങളുള്ളത്, അങ്ങനെയുള്ള പ്ലേസസിലാണ് ഈ അസുഖങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പീപ്പിൾ തോട്ട് ദാറ്റ് ദ ഇൽനെസ് വാസ് കോസ്ഡ് ബൈ സം പോയിസണസ് ഗ്യാസ് ദാറ്റ് കെയിം ഫ്രം ദി ഡേർട്ടി സ്വാംബി ഏരിയാസ്. അതായത് ആളുകൾ ആദ്യം ചിന്തിച്ചിരുന്നത് ഈ അസുഖം ഉണ്ടാവാൻ കാരണം ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു പോയിസൺ പറഞ്ഞാൽ എന്താ അറിയാലോ, എന്താ പോയിസൺ എന്ന് പറഞ്ഞാല് വിഷം അല്ലെ, വിഷമുള്ള ഒരു ഗ്യാസ് ഈ ഡേർട്ടി ആയിട്ടുള്ള ഈ സ്വാംബി ചതുപ്പ് നിലയത്തിൽ നിന്നും വരുന്നത് കൊണ്ടാണ് ഈ അത് ശ്വസിക്കുമ്പോഴാണ് അസുഖം പിടിപെടുന്നത് എന്നായിരുന്നു ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ദേ ഗേവ് ഇറ്റ് ദ നെയിം മലേറിയ വിച്ച് മീൻസ് ബാഡ് എയർ. അതായത് അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് മലേറിയ എന്ന് പേരിട്ടു. ഈ മലേറിയ എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബാഡ് എയർ എന്നാണ്, അത് ചീത്ത വായു. Okay, one doctor had seen tiny germs in the blood of one of the patients. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഡോക്ടർ കണ്ടെത്തിയത് ടൈനി ചെറിയ ചെറിയ ജേംസ് പറഞ്ഞാൽ അണുക്കൾ ഈ പേഷ്യൻസിൻ്റെ ബ്ലഡിൽ കണ്ടെത്തി. സോ വെൻ he observed it under the മൈക്രോസ്കോപ്പ്. അതായത് അയാൾ എങ്ങനെയാണ് കണ്ടെത്തിയത്, മൈക്രോസ്കോപ്പിലൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ കുറേ അണുക്കൾ, ചീത്ത അണുക്കൾ, ചെറിയ ചെറിയ അണുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തി. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദീസ് ഹാഡ് ഗോട്ട് ഇൻ ടു ദ പേഷ്യൻ്റ് ബ്ലഡ്. പക്ഷെ അവർക്ക് എന്ത് മനസ്സിലായില്ല, എങ്ങനെയാണ് ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ ഇതെത്തിയത് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. മൈ പ്രൊഫസർ ഹാഡ് സം ഐഡിയാസ് അബൌട്ട് ദിസ്. എൻ്റെ പ്രൊഫസറിന് കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഐ തിങ്ക് ദാറ്റ് ദീസ് മേ ബി ക്യാരിഡ് ബൈ സം കൈൻഡ് ഓഫ് മോസ്കിറ്റോ. അപ്പം ഈ ഐഡിയനെ കുറിച്ച് എൻ്റെ പ്രൊഫസർ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഈ ഒരു അസുഖം ക്യാരി ചെയ്യുന്നത് ചില മോസ്കിറ്റോസ് ആണെന്നാണ്, കൊതുകുകളാണെന്നാണ്. ആസ് ഈ സ്റ്റുഡൻറ്റ്, അവൻ്റെ സ്റ്റുഡൻറ്റിനോടായിട്ട് പറയാണ്. ഐ സ്പെൻഡ് ഓൾ മൈ ടൈം ചേസിങ് മോസ്കിറ്റോസ് ടു കാച്ച് ആൻഡ് ഒബ്സർവ്. അപ്പോൾ എന്താണ്, അപ്പം എന്നോട് ഇത് പറഞ്ഞപ്പോൾ, എൻ്റെ പ്രൊഫസർ എന്നോട് ഇത് പറഞ്ഞപ്പോൾ, ഞാൻ അയാളുടെ ഒരു സ്റ്റുഡൻ്റ് ആണല്ലോ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ കുറേ അധിക സമയത്തും ഇങ്ങനെ മോസ്കിറ്റോസിനെ പിടിക്കാനും അതിനെ ക്യാച്ച് ചെയ്യാനും അതിനെ ഒബ്സർവ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ കുറേ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ തുടങ്ങി. വി യൂസ് ടു ക്യാരി എംപ്റ്റി ബോട്ടിൽസ് ആൻഡ് ചേസ് മോസ്കിറ്റോ ആഫ്റ്റർ മോസ്കിറ്റോ. അതായത് ഞങ്ങൾ എന്ത് ചെയ്തു, എംപ്റ്റി ബോട്ടിൽസൊക്കെ എടുത്തിട്ട് മോസ്കിറ്റോസിന് എന്ത് ചെയ്തു, പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മോസ്കിറ്റോനെ ചേസ് ചെയ്ത് പിടിച്ചു. ഓക്കെ, ദെൻ വി വുഡ് പുട്ട് ദ മോസ്കിറ്റോ ഇൻ ടു എ മോസ്കിറ്റോ നെറ്റ്. അതായത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മോസ്കിറ്റോസിന് എന്ത് ചെയ്തു, മോസ്കിറ്റോ നെറ്റിൽ കൊണ്ടുപോയിട്ടു. ഇൻ വിച്ച് ദർ വാസ് എ പേഷ്യൻറ്റ് ഓഫ് മലേറിയ. അതായത് മലേറിയ അസുഖമുള്ള ഒരു പേഷ്യൻറ്റ് കിടക്കുന്ന ആ ഒരു മോസ്കിറ്റോ, അതിൻ്റെ ഉള്ളിൽ, ഈ മോസ്കിറ്റോ നെറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ആ മോസ്കിറ്റോനെ കൊണ്ടുപോയിട്ടു. ദ മോസ്കിറ്റോസ് വുഡ് ഹാവ് എ ഫീസ്റ്റ് ബൈറ്റിംഗ് ദീസ് പേഷ്യൻസ്. അതായത് മോസ്കിറ്റോസ് തന്നെ ഒരു സദ്യ തന്നെയായിരുന്നു. അതായത് ഈ പേഷ്യൻസിനെ ഇങ്ങനെ കടിച്ച് ഒരു സദ്യ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ഫീസ്റ്റ് പറഞ്ഞാൽ സദ്യ, അത്രയും കൂടുതൽ ബ്ലഡ് കുടിക്കാമല്ലോ. സോ ദ പേഷ്യൻസ് വെർ പെയ്ഡ് 1 anna ഫോർ അലോയിങ് 1 mosquito ടു ബൈ ദം. അതായത് ഒരു മോസ്കിറ്റോ കടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പേഷ്യൻറ്റിന് എന്താണ് കൊടുത്തിട്ടുള്ളത്, ഓരോ അന്ന വീതം കൊടുത്തിട്ടുണ്ട്. അന്ന എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് കറൻസി ആണ് കേട്ടോ. പണ്ട് കാലത്ത് ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്നത്, ഇപ്പം നമ്മൾ റുപ്പീസ് ആണല്ലോ, അപ്പോൾ അതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കറൻസിയാണ് അന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന എന്ത് ചെയ്തു, ഓരോ ബൈറ്റിനും ഓരോരോ കൊതുകിൻ്റെ കടിക്കും അയാൾക്ക് എന്ത് ചെയ്തു, ഓരോ അന്ന വീതം കൊടുത്തു. ഓക്കെ, ഓരോ റുപ്പീസ് വീതം കൊടുത്തു. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദോസ് ഡേയ്സ് അറ്റ് ദ ഹോസ്പിറ്റൽ ഇൻ സിക്കന്ദരാബാദ്. How we use it to cut open the mosquito stomach and peep into it. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. അത് സിക്കന്ദരാബാദിലെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരു മോസ്കിറ്റോസിൻ്റെ സ്റ്റൊമക്ക് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്
നോക്കിയത്, അതിൻ്റെ ഉള്ളിലേക്ക് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ഐ വോണ്ട് സ്പെൻഡ് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ബെൻഡ് ഓവർ ദ മൈക്രോസ്കോപ്പ്. ഞാൻ കുറേ മണിക്കൂറുകളോളം മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, മണിക്കൂറുകൾ അതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ബൈ നൈറ്റ് മൈ നെക്ക് വുഡ് ബി സ്റ്റിഫ് ആൻഡ് മൈ ഐസ് കുഡ് നോട്ട് ബി സീ ക്ലിയർലി. ഇത് കുറേ സമയം ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ രാത്രി ആയപ്പോഴേക്ക് എൻ്റെ കഴുത്ത് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് സ്റ്റിഫായി, നല്ല വേദന ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കണ്ണ് ശരിക്കും കാണാതായി എന്നാണ് പറയണത്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതായി. ഇറ്റ് യൂസ് ടു be very hot, but we dared not fan ourselves. Then as all the mosquitoes would fly off in the breeze. അതായത് ഇതെന്ത് ചെയ്തു, വെരി ഹോട്ട്, നല്ല ചൂടുള്ള സ്ഥലത്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാനൊന്നും അവിടെ ഇടാൻ പാടില്ല, കാരണം എന്താണ്, എല്ലാ മോസ്കിറ്റോസും എന്ത് ചെയ്യും, ആ ചെറിയ കാറ്റിൽ തന്നെ പറന്നു പോകാൻ ചാൻസ് ഉണ്ടായത് കൊണ്ട് ഫാനൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. വൺസ് ഐ ആൾസോ ഫെൽ ഇൽ വിത്ത് മലേറിയ. ഒരു ദിവസം എനിക്കും എന്ത് ചെയ്തു, മലേറിയ പിടിപെട്ടു. ദെൻ ഐ സ്പെൻഡ് മന്ത്സ് ലൈക്ക് ദിസ് വിത്ത് മൈക്രോസ്കോപ്പ്. ഞാൻ മാസങ്ങളോളം മൈക്രോസ്കോപ്പും കൊണ്ട് സ്പെൻഡ് ചെയ്തു. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ്. പക്ഷെ ഒന്നും എനിക്ക് എന്ത് ചെയ്യില്ല, ഒന്നും കണ്ടെത്താൻ പറ്റില്ല. വൺ ഡേ വി കോട്ട് എ ഫ്യൂ മോസ്കിറ്റോസ് ദാറ്റ് ലുക്ക്ഡ് ഡിഫറെൻറ്റ്. അതായത് ഒരു ദിവസം ഞങ്ങൾക്ക് എന്ത് ചെയ്തു, കുറച്ച് മോസ്കിറ്റോസിനെ കിട്ടി. അതായത് ഒരു ഡിഫറെൻറ്റ് ഷേപ്പുള്ള മോസ്കിറ്റോനെ കിട്ടി. ദെൻ ദേ വേർ ബ്രൗണിഷ് വിത്ത് സ്പോട്ടഡ് വിങ്സ്. ഇതൊരു ബ്രൗൺ കളറായിരുന്നു, പക്ഷെ അതിൻ്റെ ഈ വിങ്സിൽ, അതിൻ്റെ ചിറകുകളിൽ ഒരു സ്പോട്ട് പോലെ, അങ്ങനെ ഒരു വര പോലെ ഉണ്ടായിരുന്നു. വെൻ ഐ ലുക്ക്ഡ് ഇൻ ടു ദ സ്റ്റൊമക്ക് ഓഫ് വൺ ഓഫ് ദി ഫീമെയിൽ മോസ്കിറ്റോസ്. ഞാൻ ഈ ഫീമെയിൽ മോസ്കിറ്റോസിൻ്റെ വയറ് കീറി നോക്കിയപ്പോൾ ഐ സോ സംതിങ് ബ്ലാക്ക് ദർ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരു കാര്യം കണ്ടു. ഐ ലുക്ക്ഡ് ക്ലോസർ. ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ നന്നായി ക്ലോസ് ആയിട്ട് നോക്കിയപ്പോൾ ഐ സോ ദാറ്റ് ദീസ് ടൈനി ജേംസ് ലുക്ക്ഡ് ജസ്റ്റ് ലൈക്ക് ദ വൺസ് ദാറ്റ് വേർ ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ദി മലേറിയ പേഷ്യൻസ്. അപ്പോൾ അവരുടെ വയറിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു ചെറിയ ജേംസിനെ കണ്ടെത്തി. ജേംസ് പറഞ്ഞാൽ എന്താ അറിയാലോ, അണുക്കളെ കണ്ടെത്തി. അപ്പോൾ അതാണ് ശരി, അതേപോലുള്ള അണുക്കളാണ് മലേറിയ പേഷ്യൻസിൻ്റെ വയറ്റിനുള്ളിൽ, ബ്ലഡിൻ്റെ ഉള്ളിൽ കണ്ടെത്തിയത്. സോ അതിൽ നിന്നും അവർക്ക് മനസ്സിലായി, അറ്റ് ലാസ്റ്റ് വി ഹാഡ് ദ പ്രൂഫ്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രൂഫ് കിട്ടിയ, തെളിവ് കിട്ടി, മോസ്കിറ്റോസ് ഡു സ്പ്രെഡ് മലേറിയ. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയത്, ആ മോസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം പരത്തുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചു. ഓക്കെ, ഇൻ December 1902 Ronald Ross got the highest award for his discovery, the Nobel Prize for Medicine. In 1905, even as he lay dying, Ross' last words were, I will find something, I will find something new. അതായത് ഈ ഡിസംബർ 1902 റൊണാൾഡ് റോസിന് എന്ത് ചെയ്തു, ഭയങ്കര ഈ ഡിസ്കവറിക്ക്, അതായത് മലേറിയ പരത്തുന്നത് മോസ്കിറ്റോസ് ആണെന്ന് കണ്ടെത്തിയ ഈ ഒരു ഡിസ്കവറിക്ക്, ഈ ഒരു കണ്ടെത്തലിന് എന്ത് കിട്ടി, വലിയ അവാർഡ് തന്നെ കിട്ടി, നോബൽ പ്രൈസ് കിട്ടി. മെഡിസിന് കണ്ടെത്തിയതുകൊണ്ട് നോബൽ പ്രൈസ് കിട്ടി. അതുപോലെ 1905 ഇയാൾ എന്ത് ചെയ്തു, ഡൈ ചെയ്തു, അയാൾ മരിച്ചുപോയി. അപ്പോൾ റോസിൻ്റെ ലാസ്റ്റ് വേർഡ്, അവരുടെ മരിക്കുന്നതിന് മുന്നേ ലാസ്റ്റ് അയാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു, ഐ വിൽ ഫൈൻഡ് സംതിങ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും, ഞാൻ ഇനിയും എന്ത് ചെയ്യുന്നു, ഐ വിൽ ഫൈൻഡ് സംതിങ് ന്യൂ, ഞാൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്നാണ് അയാൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ആർക്കെങ്കിലും സയൻറ്റിസ്റ്റ് ആവാനൊക്കെ ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒബ്സർവേഷനും പോലെ ഇതുപോലെ നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പം നന്നായി കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആവാട്ടോ. സോ വാട്ട് വി ഹാവ് ലേൺഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? വാട്ട് കാൻ യു ഡു സോ ദാറ്റ് മോസ്കിറ്റോസ് ഡു നോട്ട് ബ്രീഡ് ഇൻ യുവർ ഹൗസ്, സ്കൂൾ, നൈബർഹുഡ്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മോസ്കിറ്റോസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടൊന്നും മോസ്കിറ്റോസ് പെരുകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക? നമ്മൾ എവിടെ വെള്ളം കെട്ടി നിന്നാലും അതെടുത്ത് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഡ്രൈ ആയി സൂക്ഷിക്കുക. നമ്മളെ ടാങ്ക് ആണെങ്കിലും കൂളറാണെങ്കിലും എവിടെയാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അവിടെയൊക്കെ ഡ്രൈ ആയി സൂക്ഷിക്കുക. ടാങ്ക് ആണെങ്കിലും 1 വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വീണ്ടും വെള്ളം കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക നമ്മൾ പരിസരം. ഓക്കെ, ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഇഫ് സംവൺ ഹാസ് മലേറിയ? എങ്ങനെയാണ് ഒരാൾക്ക് മലേറിയ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം? നമ്മൾ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്. ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ജേംസ് കാണുകയാണെങ്കിൽ, ടൈനി ജേംസ് പ്രസൻറ്റ്, ഇഫ് ദ ടൈനി ജേംസ് പ്രസൻറ്റ് ഇൻ ദ blood, then we can identify that is malaria producing
germs that, then we can notify the malaria will be the because of the due to the spread of due to the spreading of the mosquitoes are spreading this diseases malaria. Okay, these are about this chapter. This chapter is also over. The next chapter will be discussing next class with the new chapter we can discuss in next class. Okay, bye. Don't forget to do the homework. I will give the notes in your WhatsApp group, and don't forget to do. Okay.